ഹായ്. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു യോഗയെ പറ്റി വീഡിയോ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു യോഗയെ പറ്റി വീഡിയോ ചെയ്യണോ? എനിക്കൊന്നും അറിയില്ല യോഗയെപ്പറ്റി. ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ നിർത്തി. ഞാൻ ഇപ്പോൾ യോഗയൊന്നും ചെയ്യാറില്ല. എനിക്കാകെ ഒരു യോഗയെ അറിയാവുള്ളൂ. രമണ മഹർഷി പറഞ്ഞ ബ്രഹ്മവിദ്യ മാത്രമാണ് എനിക്കറിയാവുന്ന യോഗ. യോഗ എന്ന് പറയുന്ന ഒരു യോഗമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് യോഗം കൂടിച്ചേരൽ, യൂണിയൻ, സെൽഫുമായിട്ടുള്ളൊരു യോഗം, സെൽഫുമായിട്ടുള്ള യൂണിയൻ, അതുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അതാണ് യഥാർത്ഥ യോഗ എന്ന് രമണ മഹർഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ യോഗകളും ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് സെൽഫുമായിട്ട് മെർജ് ചെയ്യലാണ്. അതായത് ശുദ്ധ ബോധാവസ്ഥയുമായിട്ട് കൂടിച്ചേരുന്നത്. അതാണ് യഥാർത്ഥ യോഗ എന്ന് രമണ മഹർഷി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് അല്ലേ? പലരും ഇന്ന് യോഗയെ വളരെ മിസ്ഗൈഡഡ് ചെയ്യപ്പെട്ടു പോയി. യോഗ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റിദ്ധാരണകളുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരേപോലെ പാറ്റേണായിട്ട് ജൂൺ 21 നിരന്നിരുന്ന് കുറേ കായികാഭ്യാസങ്ങൾ ചെയ്യുന്നതാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. നോക്കൂ, ഈ ഫിസിക്കലായിട്ടുള്ള ഈ എക്സസൈസുകൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോയാൽ ബെനിഫിറ്റ് കിട്ടില്ലേ? സ്ട്രെച്ചിങ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ ബോഡിക്ക്? അതാണ് യോഗയിൽ മെയിനായിട്ട് സംഭവിക്കുന്നത്. യോഗ ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ്. ഒരുപാട് ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും യോഗ പ്രോപ്പറായിട്ട് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടുവിനൊക്കെ പ്രശ്നം ഉണ്ടാവും. അത് ക്യൂർ ചെയ്യാനും സാധിക്കും, വരുത്താനും സാധിക്കും. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ ഹഠയോഗയെ പറ്റി പലരും പല കാലഘട്ടങ്ങളിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത് ചെയ്യുന്നവരുണ്ട്. ഈ ഹഠയോഗ എന്ന് പറയുന്നത് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രാക്ടീസുകളാണ്. അതറിയാത്തവർ ഈ വീഡിയോ ഒക്കെ കണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും വലിയ വലിയ ശാരീരിക അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോ അങ്ങനെ ചെയ്യാതിരിക്കാമെന്ന് ഞാൻ പറയും. ഈ യോഗാഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിദ്ധികൾ, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ സംസാരിക്കാറുള്ളത്. നമുക്ക് എന്ത് ആക്ടിവിറ്റിയും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. യോഗയ്ക്ക് അതുണ്ട്, സ്ട്രെച്ചിങ്ങിനൊരു ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു ശക്തമായ ഒരു മാറ്റം ചില ഹഠയോഗ പ്രാക്ടീസുകൾ ചിലർക്ക് അവരുടെ ഹാർട്ട് ബീറ്റ് വരെ നിർത്താൻ പറ്റുന്ന ലെവലിലേക്കൊക്കെ അവർ എത്തിക്കാറുണ്ട്. അതൊക്കെ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സണാണ്. അതായത് അത് ഓരോ മനുഷ്യരുടെ യോഗമാണ്. കൂടിച്ചേരലിൻ്റെ യോഗമല്ല, കർമ്മയുടെ യോഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ അതേ വ്യക്തി ചെയ്യുന്ന അതേ പ്രാക്ടീസ് വേറൊരാൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ അഭ്യാസ മുറ കിട്ടില്ല. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. വെറുതെ അങ്ങനെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ സമയം കളയരുത്. അതൊരിക്കലും സംഭവിക്കില്ല. നിങ്ങൾക്കത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനം അത് സ്വാഭാവികതയിൽ സംഭവിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. സിദ്ധികൾ തനിയെ വരുന്നതാണ്. പലരും പല യോഗാഭ്യാസങ്ങളെ ഈ യോഗാഭ്യാസം ചെയ്താൽ ഈ സിദ്ധി കിട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അത് ചെയ്തപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടാവാം. അതൊരു യൂണിവേഴ്സൽ തിങ് അല്ല. അത് ഓരോ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഞാനെപ്പോഴും പറയും, നമ്മൾ ഈ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ധ്യാനമല്ല, ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ അതിന് ശരീരം സ്മൂത്തായിട്ട് വയ്ക്കാൻ ഒരു എക്സസൈസായിട്ട് ഈ ഫിസിക്കൽ പോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഇൻറ്റൻസ് ആയിട്ട് ചെയ്യരുത്. ഇനി എങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല പ്രോപ്പർ ഗൈഡൻസിൽ ചെയ്യുക, അല്ലെങ്കിൽ ദോഷം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പിന്നെ എനിക്കറിയാമെന്നുള്ള ഒരേ ഒരു യോഗ ഞാൻ പറഞ്ഞല്ലോ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള അതാണ്. ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അയാളെ കാണുന്ന പോലും ഉണ്ടാവില്ല. കാരണം ഐ വിൽ ബി ലുക്കിംഗ് ഇൻസൈഡ് മീ. ഞാൻ എൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് അയാൾ അവിടെ നിൽക്കുന്ന പോലും ഞാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് യഥാർത്ഥ ഒരു പ്യുവർ യോഗയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ജിതു കൃഷ്ണമൂർത്തി ഒരു വീഡിയോയിൽ പറഞ്ഞ് എങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താ ദ റിയൽ യോഗ ഈസ് രാജയോഗ, ദ കിങ് ഓഫ് യോഗാസ് എന്ന് പറയും. രാജയോഗയാണ് യഥാർത്ഥ യോഗ, എല്ലാ യോഗകളുടെയും രാജാവെന്ന് പറയും. രാജയോഗ എന്ന് പറയുന്നത് പൊതുവേ ഈ അഷ്ടാംഗ യോഗയാണ് രാജയോഗ എന്ന് പറയുന്നത്. 8 ഫോൾഡ് പാത്ത് എന്നൊക്കെ പറയും. അതായത് കള്ളം പറയരുത്, ചെയ്യരുത്, ആരെയും ഉപദ്രവിക്കരുത്, അഹിംസ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയും. അത് ടു ലിവ് എ ഹൈ മോറൽ ലൈഫ്. മൊറാലിറ്റി എന്താണെന്നൊരു ചോദ്യം പിന്നെ ഉണ്ട്. അതിന് എൻ്റെ ടോപ്പിക്കല്ല, അത് മാറി നിൽക്കട്ടെ. ഒരു ഹൈലി മോറൽ ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും രാജയോഗ. ആ യോഗയ്ക്ക് നമ്മൾ ഒരു കാര്യം മാത്രം പാലിച്ചാൽ മതി, നോൺ വെജ് കഴിക്കാതിരിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നോൺ വെജ് കഴിക്കുക എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം ഇൻറ്റേർണലാണ്. ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു മോശം ചിന്ത വരാൻ പാടില്ല. വന്നാൽ അപ്പോഴേ നമ്മളെന്നെ ഓടിച്ചു വിടണം.
അതൊക്കെ അല്ല, ഇതൊരു സ്ട്രിക്റ്റ്ലി ഫോർമൽ പ്രാക്ടീസാണ്. ഞാനൊട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രാക്ടീസ് അല്ല അത്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യൂ, തീർച്ചയായും ചെയ്യുക. ഈ ഹൈലി മോറൽ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റ് ചിന്തിക്കാൻ പാടില്ല, അഹിംസാപരമായ ചിന്ത പോലും മനസ്സിൽ വരാൻ പാടില്ലെന്ന് പറയും. ശരീരവും മനസ്സും എപ്പോഴും പ്യുവറാക്കി നിർത്തണം. നടക്കുന്ന കാര്യമാണ്. കാരണം മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലാന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് മനസ്സിലാകും. കാരണം മനസ്സ് നമ്മുടെ കയ്യിലേ അല്ല, മനസ്സ് തനിയെ സംഭവിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്രഷ് നല്ല തോട്ട്സ് വേണോ ചീത്ത തോട്ട്സ് വേണോ തീരുമാനിക്കാൻ നമ്മളല്ല. അത് സ്വാഭാവികതയിൽ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് യഥാർത്ഥ യോഗ ചെയ്യാൻ പറ്റും. രമണ മഹർഷി പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. ടു ലുക്ക് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിലുണ്ട് യാഥാർത്ഥ്യം. അത് ചെയ്യുമ്പോഴാണ് യോഗയുടെ യഥാർത്ഥ ഉദ്ദേശം നടക്കുന്നത്. ചിത്തവൃത്തി നിരോധ എന്ന് പറയും. അതായത് മനസ്സിൻ്റെ പ്രവർത്തനം അപ്പം നിലയ്ക്കും. നമ്മൾ മനസ്സിനെ പിടിച്ചു ചേർത്തല്ല നിലപ്പിക്കുന്നത്, അത് സ്വാഭാവികമായി മനസ്സിങ്ങനെ അടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിൽനെസ് ഉണ്ടാവും. സ്റ്റിൽനെസ് എന്ന് വെച്ചാൽ മനസ്സില്ലാത്ത അവസ്ഥയാണ് സ്റ്റിൽനെസ് എന്ന് പൊതുവെ പറയുന്നത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് എന്ന് ബൈബിളിൽ എവിടെ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽനെസ്സിലിരിക്കാൻ പറ്റും. സ്റ്റിൽനെസ്സിലിരിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണ്? അതാണ് എൻ്റെ അൾട്ടിമേറ്റം. ഓൾറെഡി അതായി കഴിഞ്ഞു. മനസ്സ് സ്റ്റില്ലാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ, അതായത് സെൽഫ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഈ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ ബോധത്തെയാണ്. അപ്പോൾ അതിങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കണ്ട. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയ സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നിമിഷം നോക്കിയാൽ നിങ്ങൾ യോഗ ചെയ്യുകയാണ്. നോക്കൂ, ഫോർമൽ യോഗ അല്ലെങ്കിൽ ഫോർമൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് തെറ്റില്ല. നിങ്ങളൊരു ഹൈലി ഡിസിപ്ലിൻഡ് ലൈഫാണ് ജീവിക്കുന്നതെങ്കിൽ വളരെ നല്ലത്. എങ്കിലാണ് ഇത്തരം പ്രാക്ടീസുകൾ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അതല്ലാത്ത പക്ഷം ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലുക്ക് ഇൻസൈഡ് യു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്നിട്ടോ നമ്മൾ 24 മണിക്കൂർ പത്മാസനത്തിൽ ഇങ്ങനെ അനങ്ങാതെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ സെൽഫിനെ അറിയാനൊന്നും കഴിയില്ല. മനസ്സിന് ചിലപ്പോൾ ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് കുറയുമ്പോൾ ചിലപ്പോൾ മനസ്സിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ മൂവ്മെൻറ്റ് സ്റ്റില്ലാവുമ്പോഴല്ല മനസ്സിൻ്റെ ആ ഒരു കണ്ണിങ് നിൽക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സ്റ്റില്ലാവുമ്പോഴാണ് ശരിക്കും മനസ്സിൽ ആ തോട്ട്സിൻ്റെ ഒരു റഷിങ് കുറയുന്നത്. മൈൻഡ് സ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ തോട്ടിൻ്റെ റഷ് കുറയുമായിരിക്കും, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ മനസ്സ് ഒടുങ്ങിയിട്ടില്ല. നിങ്ങൾ 24 മണിക്കൂർ സ്റ്റില്ലായിട്ട് നിങ്ങളിങ്ങനെ അനങ്ങാതെ ഒരു യോഗ പോസ്റ്റർ പിടിച്ചിരുന്നെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ 24 മണിക്കൂർ ചിന്തയില്ലാതെ തന്നെ നിങ്ങൾ ഇരുന്നെന്നും വരാം. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ആ യോഗ പോസ്റ്ററിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്കും ചിന്ത ഉറപ്പായും തിരിച്ചു വരും. നിങ്ങൾ അപ്പോഴും സെൽഫിലെത്തിയിട്ടില്ല, നിങ്ങൾ തിരിച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഫലിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒരു അഭ്യാസം പഠിക്കലല്ല യോഗയുടെ ഉദ്ദേശം. അഭ്യാസം ആർക്കും പഠിക്കാൻ സാധിക്കും. യോഗ ദ റിയൽ യൂണിയൻ ഷുഡ് ഹാപ്പൻ. യഥാർത്ഥ യൂണിയൻ സെൽഫുമായിട്ടുള്ള ആ ഒരു ഒത്തുചേരലാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ ഒരു സർക്കസ് അല്ല ഇത്. ആത്മീയത തന്നെ ഇന്നൊരു സർക്കസ് ആയിപ്പോയി അല്ലേ? എല്ലാവർക്കും ഇതൊരു രസമാണ്. അപ്പോൾ ആ ഒരു സർക്കസ് പോലും അവയർനെസ്സിൽ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധബോധാവസ്ഥയിലെത്താൻ സാധിക്കും. അതല്ലാതെ ഈ സർക്കസിൽ നിങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ സർക്കസിൻ്റെ ട്രപ്പീസിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കുരങ്ങനെ പോലെയാണെങ്കിൽ നിങ്ങളൊരിക്കലും യാഥാർത്ഥ്യം അറിയില്ല. യാഥാർത്ഥ്യം അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുന്ന, യഥാർത്ഥ യോഗ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്രേസ്, ഭഗവാന്റെ കരുണ നിങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ ഈസി ആകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ കർമ്മം എത്ര മോശമായാലും അത് മറക്കാതിരിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.